രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലോക്ക് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളല്ലാണ്ട് വേറെ ആർക്കും വണ്ടി എടുക്കാനായിട്ട് പറ്റില്ല. ലെഫ്റ്റിലേക്ക് 3 പ്രാവശ്യം ഇൻഡിക്കേറ്റർ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സെൽഫ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബി പൈലറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ FZS-ൻ്റെ ബ്ലൂടൂത്ത് വെർഷനാണ്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ FZS-V3 ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ലുക്കിന് തുടങ്ങാം. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. LED ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ DRLസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്ന വണ്ടിക്ക്. പിന്നെ വണ്ടിയിൽ വന്നിരിക്കുന്ന ഷോക്ക് അബ്സോർബേഴ്സ് എന്ന് പറയുന്ന ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് രണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 282 mm ഡിസ്ക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്കിൽ വന്നിരിക്കുന്നത് 220 mm ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടി ടൈൽ സെക്ഷൻ നോക്കാം. നമ്മൾ ടൈൽ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ടെയിൽ ടൈഡൊക്കെ നമ്മുടെ V2 കണ്ട പോലെ തന്നെ സെയിം ടെയിൽ ടൈഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടെയിൽ ടൈഡ് താഴെയായിട്ട് ടയേഴ്സിന് ചുറ്റും നല്ലൊരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ സൈഡിൽ ഒരു സാരി ഗാർഡും വന്നിട്ടുണ്ട്. പിന്നെ ഈ ലേഡീസിന് ചവിട്ടാനുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ടാങ്കിൽ തന്നെയാണ് കീ ഹോളും കാര്യങ്ങളൊക്കെ നമ്മുടെ എമ്മ കൊടുത്തിരിക്കുന്നത്. ടാങ്കിൻ്റെ പറയുന്നത് നല്ല അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ടാങ്കാണ് വന്നിരിക്കുന്നത്. ടാങ്ക് 12.8 ലിറ്ററിൻ്റെ ടാങ്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് പിന്നെ നല്ല ഒരു 150cc സെഗ്മെൻറ്റിൽപ്പെട്ടൊരു ബൈക്കിന് നമ്മൾ ഒരു ടാങ്ക് ഇത്രയും ലെവലിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൂരെ നിന്നൊക്കെ ഉള്ള ലുക്ക് വെച്ച് നോക്കുമ്പോൾ വണ്ടി ഒരു 200cc ഒക്കെ വണ്ടിയുടെ സെയിം ലുക്കൊക്കെ നമുക്ക് ശരിക്കും ഈ ടാങ്കൊക്കെ വന്നുകൊണ്ട് നമുക്ക് ശരിക്കും തോന്നിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോം ഫിനിഷുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള 2 എയർ വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ 2 സൈഡിലും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എൻജിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 165 mm ആണ് വേണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അടിപെട്ട തട്ടൊന്നുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ ഗാർഡിനകത്തായിട്ട് നമുക്ക് കാറ്റലിറ്റിക് കൺവെർട്ടർ, അത്യാവശ്യം വലിയൊരു കാറ്റലിറ്റിക് കൺവെർട്ടറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സീറ്റ് നല്ല വൈഡറായിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. റൈഡറിന് നല്ല കംഫർട്ട് തരും. അത്യാവശ്യം പില്ലിന് നല്ല കംഫർട്ട് തരുന്ന രീതിയിൽ നല്ല വൈഡറായിട്ടുള്ള സീറ്റ്സാണ് യമഹ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ശരിക്കും നല്ല ഒരു ടൂറിങ് മെഷീനായിട്ടൊക്കെയാണ് നമ്മുടെ യമഹ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും നമുക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്കൊരു കമ്മ്യൂട്ടർ ലെവലിൽ നിന്ന് ഒരു ചെറിയ ടൂറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ FZ-V3 എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ടയർ സെക്ഷനെ പറ്റി സംസാരിക്കാം. വണ്ടിയുടെ ടയർ സെക്ഷൻ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ 180 സെക്ഷൻ്റെ ടയറാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്കിൽ വന്നിരിക്കുന്നത് 140/60 സെക്ഷൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. രണ്ടും C8ൻ്റെ റേഡിയൽ ടയേഴ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് നല്ല വൈഡറായിട്ടുള്ള ടയേഴ്സാണ് FZ-യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 149cc XOHC 4-stroke 2-valve എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള എഞ്ചിൻ്റെ PS പവർ എന്ന് പറയുകയാണെങ്കിൽ 12.4 PS അറ്റ് 7250 RPM. പിന്നെ ടോർക്ക് എന്ന് പറയുകയാണെങ്കിൽ 30.6 Nm ടോർക്ക് അറ്റ് 5500 RPM ആണ് ഇതിൻ്റെ പവറും ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ FZ-യുടെ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ നല്ല റിഫൈൻമെൻറ്റും എല്ലാം ഫീൽ ചെയ്യുന്നൊരു എഞ്ചിനാണ് നമ്മുടെ FZ-ക്ക് യമഹ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ സൈലൻസറിൻ്റെ ലുക്കിനെ പറ്റി സംസാരിക്കുന്നത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സൗണ്ടും നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം.
അടുത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ കേസ് നോക്കാം. ഹാൻഡിൽ ബാർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് വണ്ടിക്ക് യമഹ കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ ബാറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഡിമ്മും ബ്രൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ് മറ്റേ ഡിമ്മിൽ തന്നെ പാസ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോണിൻ്റെ സ്വിച്ച്, പിന്നെ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് കാര്യങ്ങളും പിന്നെ ഇഗ്നേഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നോക്കാം. മീറ്റർ കൺസോളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ന്യൂട്രലിൻ്റെ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാണിംഗ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മേളിലായിട്ട് ടാക്കോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ, ഫ്യൂവലിൻ്റെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് നമുക്ക് ഓടോ, ട്രിപ്പ് 1, ട്രിപ്പ് 2 ഒക്കെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ പാസിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ABS-ൻ്റെ ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 790 ആണ് വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൈറ്റ് 5.7 ആണ്. അപ്പോൾ എനിക്ക് 2 കാലും ഓൾമോസ്റ്റ് എനിക്ക് കുത്തി നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ സീനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫുഡ് പെഗ് എന്ന് പറയുകയാണെങ്കിൽ റെയർ സെറ്റാണ്. അത്യാവശ്യം നമ്മുടെ ഇപ്പോൾ കാല് നേരെയല്ല കുത്തണം. അപ്പോൾ കുറച്ച് റെയർ സെറ്റായിട്ടാണ് ഇരിക്കുന്നത് പൊടിക്ക്. അത്യാവശ്യം നമ്മൾ കുറച്ച് സ്പോട്ടി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ 160 mm ആണ് വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പെട്ടെന്ന് അടി അങ്ങനെ തട്ടും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി അടുത്ത് നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ ഷോക്കിൻ്റെ കേസ് നോക്കാം. ബാക്കിലത്തെ ഷോക്ക് വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് ഷോക്ക് ഓപ്സറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി നല്ല ബാക്കിലിരിക്കുന്ന പില്യൺ സീറ്റിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല യാത്രാസുഖമൊക്കെ കിട്ടും നമുക്ക്. പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള റൈഡാണ് നമ്മുടെ ഈ ഷോക്ക് ഒബ്സർവർ നമുക്ക് തരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ വണ്ടിയുടെ ലുക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ FC V3 ആയിട്ട് നല്ല വ്യത്യാസങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ടെക്നിക്കലായിട്ടാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ ഒറ്റ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിമാണ്. പിന്നെ കളർ വേരിയൻറ്റ് പുതിയത് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ, പിന്നെ ചെറുതായിട്ട് ഗ്രാഫിക്സ് മാറ്റമുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു പ്ലേ സ്റ്റോറിലൊരു ആപ്പ് വഴിയാണ് നമ്മളിതിൻ്റെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു 6 ഫീച്ചേഴ്സ് നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നാവിഗേഷൻ, അതേപോലത്തെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ശരിക്കും വണ്ടിയുടെ ഓണർക്കല്ലാണ്ട് വേറെ ആർക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓണറുടെ പെർമിഷൻ കൊണ്ട് നമുക്ക് വേറെ ഫ്രണ്ട്സിനിപ്പോൾ ആരാണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ വണ്ടി. പിന്നെ ഇതിന് പ്ലേ സ്റ്റോറിൽ വന്നിരിക്കുന്ന ആപ്പാണ് കണക്റ്റെക്സ് എന്ന് പറഞ്ഞ യമഹയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫോൺ വഴി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബ്ലൂടൂത്ത് എങ്ങനെ ഫോണായിട്ട് കണക്ട് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ QR കോഡ് ഉണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ QR കോഡിൻ്റെ ഒരു കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അത് ഒരു കസ്റ്റമർ, ഈ വണ്ടി മേടിക്കുന്ന ഓണർക്കാണ് ആളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൽ നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓണർക്കാണ് ഈ വണ്ടി ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ആദ്യത്തെ ഏറ്റവും വലിയ ബ്ലൂടൂത്തിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ആൻസർ ബാക്ക് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ആ ഫീച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഏതെങ്കിലും നല്ല തിരക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് പോയി നൈറ്റൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വണ്ടി എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ആപ്പിൽ ഈ ഫംഗ്ഷൻ, ഈ ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ 4 ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ഹോണും ബീപ്പ് ചെയ്യാൻ തുടങ്ങും. ഇൻഡിക്കേറ്റേഴ്സ് 4 ഒരുമിച്ച് കത്തും. പിന്നെ നമ്മുടെ ഹോൺ ചെറുതായിട്ട് ബീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലോക്ക് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളല്ലാണ്ട് വേറെ ആർക്കും വണ്ടി എടുക്കാനായിട്ട് പറ്റില്ല. വണ്ടി ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ വണ്ടിയിൽ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി ജസ്റ്റ് കീട്ട് ഓണാക്കുക. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് 3 പ്രാവശ്യം ഇൻഡിക്കേറ്റർ ഇടുക. 2ാമത്തെ പ്രാവശ്യം ഇട്ടു. ഇനി 3ാമത്തെ പ്രാവശ്യം ഇട്ടിട്ട് സെൻറ്റർ പ്രസ് ചെയ്യുക. പിന്നെ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സെൽഫ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാൾ ജസ്റ്റ് ഇങ്ങനെ കീ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സെൽഫ് അടിക്കുകയാണെങ്കിൽ വണ്ടി ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടാവില്ല.
അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഈ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റൈഡിങ് ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി പോകുന്ന ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഹസാർഡ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഹസാർഡ് നമ്മൾ ശരിക്കും ഫോണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. ഇനി അടുത്തായിട്ട് അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് മൈ ബൈക്ക് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഈ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ 10 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹസാർഡ് ലാംപ്സ് ഇൻഡിക്കേറ്റേഴ്സ് 4 ഒരുമിച്ച് കത്തും. അപ്പോൾ നമുക്ക് വണ്ടി ഏതെങ്കിലും തിരക്കുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് പാർക്കിംഗ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഫീച്ചറാണ് ആറാമത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയ കറൻറ്റ് ലൊക്കേഷൻ നമ്മുടെ ഫോണിൽ കാണിക്കും. വണ്ടി നേരത്തെ എവിടെ വെച്ചിട്ട് പോയാൽ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഫോണിൽ എങ്ങനെയാണ് ഈ വണ്ടി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്ന. അപ്പോൾ നമ്മുടെ FZS ബ്ലൂടൂത്തിൻ്റെ റിവ്യൂ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ ബൈ.